ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 5 ജില്ലകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5. കോട്ടയം. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ജില്ലയിൽ 19 ലക്ഷം ആളുകളാണ് വസിക്കുന്നത്. കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന പത്രങ്ങളും കോട്ടയത്തുകാരുടെ റബ്ബർ കൃഷിയും ഇവിടുത്തെ തടാകങ്ങളുമാണ് ഈ വിശേഷണത്തിന് അടിസ്ഥാനം. പച്ചപ്പാർന്ന ഭൂപ്രദേശവും തടാകങ്ങളും മലനിരകളും കോട്ടയത്തെ നയനാനന്ദകരമാക്കുന്നു. സാക്ഷരതയിൽ മുൻപന്തിയിലാണ് ഈ ജില്ല. 2001 കനീഷുമാരി കണക്കുകൾ പ്രകാരം 96.40% സാക്ഷരരാണ്. സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ കോട്ടയം ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 4. കാസർഗോഡ്. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ഇവിടെ 13 ലക്ഷം ജനങ്ങളാൽ സമ്പന്നമാണ്. 1984 മെയ് 24 ഈ ജില്ല രൂപീകൃതമായത്. അതിനു മുമ്പ് ഈ വിഭാഗം കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. കാഞ്ഞിരക്കൂട്ടം എന്നർത്ഥം വരുന്ന കുസിരക്കോട് എന്ന കന്നഡ വാക്കിൽ നിന്നാണ് കാസർഗോഡ് എന്ന പേര് ലഭിച്ചതെന്ന് കരുതുന്നു. ഒരു ബഹുഭാഷാ പ്രദേശമാണ് ഇവിടം. കാസർഗോഡ് ഭാഷ മലയാളത്തിൽ കന്നഡ, ഉറുദു, തുളു എന്നീ ഭാഷകളുടെ സ്വാധീനം കാണാം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നീ വിവിധ മതവിശ്വാസികൾ സൗഹാർദ്ദപൂർവ്വം ഇവിടെ വസിക്കുന്നു. ഓരോരുത്തരും പരസ്പരം തങ്ങളുടെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം മറ്റു മതക്കാരെ ഉൾക്കൊണ്ട് ജീവിക്കുന്നു. 3. പത്തനംതിട്ട. 10 ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്ന ജനപദം എന്നർത്ഥത്തിൽ വരുന്ന ഈ പത്തനംതിട്ട ജില്ലയിൽ 11 ലക്ഷം ആളുകളാണ് വസിക്കുന്നത്. സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിലെ ഒരു മലയോര പട്ടണമാണിത്. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. രാജ്യത്തെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പത്തനംതിട്ട 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ജില്ലയാണ്. ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള 5 ജില്ലകളിൽ ഒന്നും ഇതാണ്. 2. ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നറിയപ്പെടുന്ന ഇടുക്കിയിലെ ജനസംഖ്യ ഏകദേശം 10 ലക്ഷത്തോളമാണ്. മലയാളവും ഇംഗ്ലീഷുമാണ് ജില്ലയിലെ 2 ഔദ്യോഗിക ഭരണ ഭാഷകൾ. ഇടുക്കി ജില്ലയിൽ മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ തമിഴാണ്. കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 66% ഇടുക്കി ജില്ലയിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. 1. വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമിയായ വയനാടാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല. വെറും 8 ലക്ഷം ആളുകൾ മാത്രമേ ഇവിടെ താമസമുള്ളൂ. വയനാട്ടിലെ ഗോത്രഭാഷകളായ റവുള ഭാഷയും പണിയ ഭാഷയും മലയാളവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. 1980 നവംബർ 1 വടക്കൻ വയനാട്, തെക്കൻ വയനാട് താലൂക്കുകൾ സംയോജിപ്പിച്ച് കേരളത്തിലെ 12ാമത്തെ ജില്ലയായി വയനാട് ജില്ല രൂപീകരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.